സംസ്ഥാനത്ത് 62 ലക്ഷത്തോളം വരുന്ന ആളുകളാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനും ക്ഷേമനിധി ബോർഡ് മുഖേന ലഭിക്കുന്ന പെൻഷൻ ആനുകൂല്യങ്ങളും ലഭിക്കുന്നത്. 1600 രൂപ വീതമാണ് പെൻഷനായി ലഭിക്കുന്നത്. മെയ് മാസത്തിൽ ഒരു മാസത്തെ കുടിശ്ശിക ഉൾപ്പെടെ 3200 രൂപ വീതമാണ് വിതരണം ചെയ്തത്. ഈ മാസത്തിലെ പെൻഷൻ വിതരണം ഉടൻ ഉണ്ടാകുമെന്നാണ് അറിയിപ്പുകൾ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിലാണ് പെൻഷൻ നേരത്തെ എത്തുമെന്നുള്ള അറിയിപ്പുകൾ വന്നത്. ഇലക്ഷൻ കമ്മീഷന്റെ അനുമതി ലഭിക്കുകയാണെങ്കിൽ ഈ മാസത്തെ ക്ഷേമ പെൻഷന്റെ വിതരണം ജൂൺ 19 മുമ്പായി തന്നെ വിതരണം ചെയ്യുന്നതായിരിക്കും. ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം മുൻകൂറായി വിതരണം ചെയ്യുന്നതിന് വേണ്ടിയാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ ക്ഷേമ പെൻഷന്റെ വിതരണം കൃത്യമായി തന്നെയാണ് നടക്കുന്നത്. പെൻഷൻ കൃത്യമായി ലഭിക്കുന്നത് പെൻഷൻ ലഭിക്കുന്നവർക്ക് വളരെ ആശ്വാസമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. സർക്കാരിന് ഇനി 2 കുടിശ്ശിക കൂടിയാണ് നൽകാനുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പായി തന്നെ ഈ കുടിശ്ശിക വിതരണം കൂടി ഉണ്ടാകുമെന്നാണ് അറിയിപ്പുകൾ. ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ മാസത്തിലായിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുക. ഇതിനു മുമ്പായി തന്നെ കുടിശ്ശിക തുക 3200 രൂപയുടെ വിതരണം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. സർക്കാരിന് 5 കുടിശ്ശികയായിരുന്നു നൽകാനുണ്ടായത്. അതിൽ 3 കുടിശ്ശിക നൽകി കഴിഞ്ഞു. ഇനി 2 കുടിശ്ശിക കൂടിയാണ് നൽകാനുമുള്ളത്. ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇലക്ഷൻ കമ്മീഷൻ അനുവദിക്കുകയാണെങ്കിൽ ജൂൺ 3-ാം ആഴ്ചയിൽ തന്നെ ഈ മാസത്തെ പെൻഷൻ വിതരണം ഉണ്ടാകും. ഇല്ലെങ്കിൽ സാധാരണ പോലെ തന്നെയായിരിക്കും വിതരണം ഉണ്ടാകുക. കൂടാതെ വാർഷിക മസ്റ്ററിംഗ് ജൂൺ 25-ാം തീയതി മുതൽ ആരംഭിക്കുകയാണ്. 2 മാസമാണ് വാർഷിക മസ്റ്ററിംഗ് ചെയ്യാനുള്ള സമയപരിധി. ജൂൺ 25 മുതൽ ആഗസ്റ്റ് 24-ാം തീയതി വരെ സമയമുണ്ടാകും. ഈ സമയത്തിനിടയിൽ വാർഷിക മസ്റ്ററിംഗ് ചെയ്താൽ മതിയാകും. ക്ഷേമ പെൻഷന്റെ വിതരണം തടസ്സമില്ലാതെ ലഭിക്കുന്നതിന് ഈ മസ്റ്ററിംഗ് നിർബന്ധമായും ചെയ്യേണ്ടതാണ്. 1600 രൂപ വീതം പെൻഷൻ ലഭിക്കുന്ന എല്ലാവരും തന്നെ വാർഷിക മസ്റ്ററിംഗ് ചെയ്യണം. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് ഈ മസ്റ്ററിംഗ് നടപടികൾ നടക്കുന്നത്. അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തി തന്നെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ്. കിടപ്പ് രോഗികൾ ഉണ്ടെങ്കിൽ വാർഡ് മെമ്പറിനെ അറിയിക്കുകയോ അക്ഷയ കേന്ദ്രങ്ങളെയോ അറിയിക്കുകയോ ചെയ്യേണ്ടതാണ്. അതിനാൽ അവർക്കുള്ള മസ്റ്ററിംഗ് വീടുകളിൽ വന്നു തന്നെ ചെയ്യുന്നതുമായിരിക്കും. അക്ഷയ കേന്ദ്രം വഴി മസ്റ്ററിംഗ് ചെയ്യുന്നതിന് 30 രൂപയായിരിക്കും ഫീസായി ഈടാക്കുക. ഇതിൽ ആധാർ കാർഡ് പ്രധാനപ്പെട്ട രേഖ തന്നെയായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ ശരിയായ രീതിയിൽ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും ക്ഷേമനിധി ബോർഡ് മുഖേന ലഭിക്കുന്ന പെൻഷനുകളും ലഭിക്കുന്നവർ കൃത്യമായി തന്നെ ഈ മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ്. മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വിധത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടതുമാണ്. ശേഷം ജൂൺ 25 മുതൽ ആഗസ്റ്റ് 24-ാം തീയതി വരെ മസ്റ്ററിംഗ് ചെയ്യാൻ സമയവുമുണ്ട്. അതിനാൽ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ ശരിയായ രീതിയിൽ തന്നെ മനസ്സിലാക്കിയതിനു ശേഷം വാർഷിക മസ്റ്ററിംഗ് നടപടികൾ കൃത്യമായി തന്നെ ചെയ്യേണ്ടതാണ്. മസ്റ്ററിംഗ് ചെയ്തില്ല എങ്കിൽ പെൻഷൻ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. അതിനാൽ എല്ലാവരും തന്നെ മസ്റ്ററിംഗ് ശരിയായി തന്നെ ചെയ്യുക.